Hi everyone, welcome back to another class of salt analysis. Salt analysisന്റെ കാറ്റയോണിൻ്റെ അനാലിസിസ് ആണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോർത്ത് ഗ്രൂപ്പ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ ഗ്രൂപ്പ് 5. ഗ്രൂപ്പ് 5ൻ്റെ ടെസ്റ്റാണ്. ഇപ്പോൾ ഗ്രൂപ്പ് 5 ചെയ്യുന്നതിൻ്റെ മുന്നേ 0 ഗ്രൂപ്പ് ചെയ്ത് നോക്കും, ആബ്സെൻ്റ് ആവും. ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് നോക്കും, ആബ്സെൻ്റ് ആവും. സെക്കൻഡ് ചെയ്യും, തേർഡ് ചെയ്യും, ഫോർത്തും ആബ്സെൻ്റ് ആയ ആളാണ് ഏത് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഫിഫ്ത്ത് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഗ്രൂപ്പ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? സോൾട്ട് സൊല്യൂഷൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം കാർബണേറ്റും ആഡ് ചെയ്യുക. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അതിൽ ഗ്രൂപ്പ് 5 ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് 5നെ അനലൈസ് ചെയ്യുന്നു. ഗ്രൂപ്പ് 5ൻ്റെ പ്രത്യേകത, നമ്മൾ ഇത്രയും പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ 0 ഗ്രൂപ്പ് ആണെങ്കിൽ അമോണിയമാണ് ഇതിലുണ്ടായിരുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ലെഡ് ആയിരുന്നു, സെക്കൻഡ് കോപ്പർ ആയിരുന്നു, തേർഡ് അലുമിനിയം ആയിരുന്നു, ഫോർത്തിൽ സിങ്ക് ആണ് പറഞ്ഞിരുന്നത് അല്ലേ? പക്ഷെ ഫിഫ്ത്തിൽ 2 കാറ്റയോൺ പ്രസൻ്റ് ആവാം. രണ്ടും കൂടി ഒപ്പം പ്രസൻ്റ് ആവും എന്നല്ല, അതിൽ 2 കാറ്റയോൺ ഉണ്ട്, ബേരിയവും കാൽസ്യവും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ബേരിയം ആവാം അല്ലെങ്കിൽ കാൽസ്യം ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബേരിയം ഐഡൻറ്റിഫൈ, ബേരിയം ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? സോൾട്ട് സൊല്യൂഷനിലേക്ക് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുന്നു. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ ബേരിയം ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ബേരിയം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുക. ഫ്ലെയിം ടെസ്റ്റ് പ്രിലിമിനറിയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുക? ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് എടുക്കുക, അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്കുക, മെയ്ഡ് ഇൻ ടു എ പേസ്റ്റ് ആൻഡ് ഷോൺ ടു ദി നോൺ ലൂമിനസ് ഫ്ലെയിം. പേസ്റ്റ് ആക്കിയിട്ട് ഗ്ലാസ് റോഡിൽ ആ പേസ്റ്റ് എടുത്തിട്ട് എവിടെ കാണിക്കുക? നോൺ ലൂമിനസ് ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ ഗ്രീൻ കളർ വന്നു കഴിഞ്ഞാൽ ബേരിയം കൺഫേംഡ് ആണ്. ഓക്കെ, ഇനി സോൾട്ട് സൊല്യൂഷനിലേക്ക് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്തപ്പോൾ നോ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ് വന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിൽ സോൾട്ട് എന്തല്ല, ബേരിയം അല്ല, ബേരിയം ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏതുണ്ടോ എന്ന് നോക്കണം, കാൽസ്യം ഉണ്ടോ എന്ന് നോക്കണം. കാൽസ്യം ഉണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുക? സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ഓക്സലൈറ്റും ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ അതിൽ കാൽസ്യം പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ കൺഫർമേറ്ററി ചെയ്യണം. കാൽസ്യത്തിൻ്റെ കൺഫർമേറ്ററി ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്ലെയിം ടെസ്റ്റ് സെയിം പ്രൊസീജിയറിൽ ചെയ്യുക. ബ്രിക്ക് റെഡ് കളർ വന്നു കഴിഞ്ഞാൽ കാൽസ്യം കൺഫേംഡ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റിൽ ലൈറ്റ് ഗ്രീൻ കളർ വന്നാൽ ബേരിയമാണ്, ബ്രിക്ക് റെഡ് കളർ വന്നാൽ കാൽസ്യമാണ്. ഇങ്ങനെയാണ് ഫിഫ്ത്ത് ഗ്രൂപ്പ് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഫിഫ്ത്ത് ഗ്രൂപ്പ് ചെയ്തപ്പോൾ, അതായത് സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം കാർബണേറ്റും ഒഴിച്ചപ്പോൾ നോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 5 ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് 6 ചെയ്യുന്നു. എങ്ങനെയാണ് ഗ്രൂപ്പ് 6 ചെയ്യുക? സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റും ആഡ് ചെയ്യുക. വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഗ്രൂപ്പ് 6 പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 6 പ്രസൻ്റ് ആയാൽ അതിനെ അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് ഗ്രൂപ്പ് 6നെ അനലൈസ് ചെയ്യുന്നത്? സോൾട്ട് സൊല്യൂഷനിലേക്ക് മാഗ്നസോൺ റിയേജൻറ്റും എക്സസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും ആഡ് ചെയ്യുക. ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ മെഗ്നീഷ്യം ഐഡൻറ്റിഫൈഡ്. ഓക്കെ, മെഗ്നീഷ്യം ഐഡൻറ്റിഫൈ ചെയ്താൽ ആഷ് ടെസ്റ്റ് ചെയ്യുക. ആഷ് ടെസ്റ്റ് നമ്മളിപ്പോൾ 2 പ്രാവശ്യം പ്രിലിമിനറിയിൽ പറഞ്ഞു, അലുമിനിയത്തിൻ്റെ കേസിൽ പറഞ്ഞു, സിങ്കിൻ്റെ കേസിൽ പറഞ്ഞു. സെയിം പ്രൊസീജിയറിൽ ആഷ് ടെസ്റ്റ് ചെയ്യുക. അതായത് സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ആഡ് ചെയ്ത് ബോയിൽ ചെയ്യുക. എന്നിട്ട് അതിലൊരു ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ബേൺ ടു ആഷ്. പിങ്ക് കളർ വന്നു കഴിഞ്ഞാൽ
മെഗ്നീഷ്യം കൺഫേംഡ് ആണ്. ഓക്കെ, ഇത്രയാണ് കാറ്റയോണിൻ്റെ അനാലിസിസ്. അപ്പോൾ 0 ഗ്രൂപ്പ് മുതൽ 6th ഗ്രൂപ്പും വരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 0 ഗ്രൂപ്പിൽ അമോണിയമാണ്, 1st ഗ്രൂപ്പിൽ ലെഡാണ്, 2nd കോപ്പർ, 3rd അലുമിനിയം, 4th സിങ്ക്, 5th ബേരിയവും കാൽസ്യവും, 6th മെഗ്നീഷ്യവും. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ സ്കീം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന സോൾട്ടിൽ ഒരു ആനയോണും ഒരു കാറ്റയോണും പ്രസൻ്റ് ആയിരിക്കും. അത് ഏതാണെന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.